ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയ സെഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു പുതിയ നോഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നമ്മൾ സ്റ്റഡി ചെയ്തു. ഈ ലെക്ചറിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിന് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുന്നു, വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ സർഫസ് ഇൻ്റഗ്രൽസ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഓറിയന്റേഷൻ ഓഫ് എ സർഫസ് എന്നൊരു പുതിയ നോഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നോർമൽ വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോഷനാണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ഇൻ്റഗ്രൽസ് അഥവാ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നെറ്റ് ഫ്ലൂയിഡ് ഓവർ എ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈമിൽ ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നെറ്റ് ഫ്ലൂയിഡിൻ്റെ അളവിനെയാണ് നമ്മൾ ഫ്ലക്സ് എക്രോസ് എ സർഫസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ആണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ് എങ്കിൽ, അതിൻ്റെ നോർമൽ വെക്ടറാണ്, യൂണിറ്റ് നോർമൽ വെക്ടറാണ് എന്നെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 5 ഡബിൾ ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അടുത്തൊരു ലെക്ചറിൻ്റെ അകത്ത് ഈ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നതിന് വേറൊരു എക്സ്പ്രഷൻ, നമുക്കൊരു ട്രിപ്പിൾ ഇൻ്റഗ്രൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കൂടെ പഠിക്കുക. അതിനെ ഡൈവേർജൻസ് തിയറം എന്നാണ് ആക്ച്വലി വിളിക്കുന്നത്. സോ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ദ യൂണിറ്റ് ഫ്ലോ, ദ എമൗണ്ട് ഓഫ് ഫ്ലോ വിച്ച് ഹാപ്പൻസ് ടു എ സർഫസ് ഓവർ എ യൂണിറ്റ് പീരീഡ് ഓഫ് ടൈം, അതാണ് ഫ്ലക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് സർഫസ് ഇൻ്റഗ്രൽസ്. ഓക്കെ, ഇതാണ്. അപ്പം നമുക്കിവിടെ രണ്ട് തരത്തിലുള്ള സർഫസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരാമെട്രൈസ്ഡ് സർഫസ് ആർ യു വി, രണ്ട് ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫസ്. അപ്പോൾ ഈ രണ്ട് സർഫസിന്റെ കേസിലും നമുക്ക് ഈ എക്സ്പ്രഷനെ നമുക്കൊന്ന് റീഫോർമുലേറ്റ് ചെയ്ത് എഴുതണം. കാരണം സർഫസ് ഇൻ്റഗ്രൽസ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത് രണ്ട് കേസുകളിലും നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസിന്റെ ഓവർ എ റീജിയൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് വെച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഫ്ലക്സിന്റെ മീനിങ് എന്താണ്, നെഗറ്റീവ് ഫ്ലക്സിന്റെ മീനിങ് എന്താണ്, സീറോ ഫ്ലക്സിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവ് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നോർമൽ, നെഗറ്റീവ് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സീറോ ഫ്ലക്സ് എന്ന് വെച്ചാൽ രണ്ട് ഡയറക്ഷനിലും ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് നോഷൻ. ഓക്കെ, അത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് കാര്യം കൊണ്ട് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഓറിയന്റേഷൻ. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ പറഞ്ഞിരുന്നു ആർ ഓഫ് യു വി സിഗറ്റ് എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് ഇസഡ് ഓഫ് യു വി കെ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഫീൽഡിന്റെ അല്ലെങ്കിൽ ഒരു സർഫസിന്റെ പാരാമെട്രൈസേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടാൻജന്റ് വെക്ടർ ഡോ ആർ ബൈ ഡോ യു, ഡോ ആർ ബൈ ഡോ വിയുമാണ്. ഈ രണ്ട് ടാൻജന്റ് വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറിനെയാണ് നോർമൽ എന്ന് വിളിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് യൂണിറ്റ് നോർമൽ വെക്ടർ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എൻ. ഇനിയും എയും ബിയും രണ്ട് വെക്ടർ ആണെങ്കിൽ ആ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയ വെക്ടർ കിട്ടുന്നത് എ ക്രോസ് ബി എടുക്കുമ്പോഴാണ്. സോ ഇവിടെ ടാൻജന്റ് വെക്ടർ ഡോ ആർ ബൈ ഡോ യുവും ഡോ ആർ ബൈ ഡോ വിയുമാണ്. അതുമായിട്ട് പെർപെൻഡിക്കുലർ ആയ വെക്ടർ ആണ് നോർമൽ. സോ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ്. അതിനെ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ അതിന്റെ നോം കൊണ്ട് അല്ലെങ്കിൽ മോഡുലസ് കൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് യൂണിറ്റ് വെക്ടർ ഈസ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. ഓക്കെ, ഇതാണ്. ഇനി നമ്മൾ ഓൾറെഡി ഡി എസിന്റെ എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ അറിയാം. സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി എന്നിന്റെ എക്സ്പ്രഷൻ ഡോ ആർ ബൈ ഡോ യു ടൈംസ് ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ഇൻറ്റു ഡോ ആർ ബൈ ഡോ വി. ഇനിയും ഡി എസിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം. നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ടൈംസ് ഡോ ആർ ബൈ ഡോ വി ഇൻറ്റു ഡി യു ഡി വി ആണ്. നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ക്യാൻസൽ ആയി കളയുമ്പോൾ നമുക്ക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ ഈസ് ഈക്വൽ ടു ഡി യു ഡി വി. അപ്പൊ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആക്ച്വലി സർഫസ് ഇൻ്റഗ്രൽസിന് പകരം ഓവർ എ റീജിയൻസിന്റെ കേസിൽ ഇൻ്റഗ്രൽ ചെയ്യാം. പാരാമെട്രൈസേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡോ ആർ ബൈ ഡോ യു കണ്ടുപിടിക്കുക, ഡോ ആർ ബൈ ഡോ വി കണ്ടുപിടിക്കുക, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, എഫുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ റീജിയന്റെ കേസിലുള്ള മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുക. ഇതാണ് ഫസ്റ്റ് നോഷൻ.
നോഷൻ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സർഫസ് എന്ന് വെച്ചാൽ ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസ് ആണ്. ഇതിനെ ഇസഡിനെ അപ്പുറത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ജി ഓഫ് എക്സ് വൈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇതിനെ ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതായത് ഇസഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. സോ അതിന്റെ വെക്ടർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് കമ്പോണന്റ് എക്സ്, സെക്കൻഡ് കമ്പോണന്റ് വൈ, തേർഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ് ജി ഓഫ് എക്സ് വൈ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തതാണ്. ഇനി ഡോ ആർ ബൈ ഡോ എക്സ് നമ്മൾ ഇവിടെ ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ ഇൻസ്റ്റെഡ് ഓഫ് യു ആൻഡ് വി. സോ ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഐ പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് കെ എന്ന് കിട്ടും. ഡോ ആർ ബൈ ഡോ വൈ ഈസ് ജെ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഡോ ആർ ബൈ നമുക്ക് തൊട്ട് മുമ്പത്തെ ഫ്ലക്സിന്റെ ഇക്വേഷനകത്ത് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ്. ഇവിടെ ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ്, ഡോ വൈ ആണ്. കാരണം ഇവിടെ ആർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെയും വൈ ആണ്. സോ ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വൈ എടുക്കുന്നു. ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഇതിന്റെ കമ്പോണൻസ് 1 0 ഡോ ജി ബൈ ഡോ എക്സ്, അടുത്ത കമ്പോണന്റ് 0 1 ഡോ ജി ബൈ ഡോ വൈ. ഇത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതാണ്. ഇതിന് സിംപ്ലിഫൈ ചെയ്തതാണ് തൊട്ട് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത്. സോ ദിസ് ബിക്കംസ് നമുക്ക് മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് കെ എന്ന് കിട്ടും. ഇനി ഇത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡെൽ ജി ആണ്. ഡെൽ ജി എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ഓഫ് ജി ഇസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് 1k എന്ന് കിട്ടും. ഇതാണ് ഡെൽ ജി എന്ന്. അപ്പൊ ഇത് ആക്ച്വലി ഡെൽ ജി തന്നെ കിട്ടി. ഓക്കെ, ഇനി അതിന്റെ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഡെൽ ജിയുടെ നോമ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം ജി ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളതാണ് നമ്മുടെ സർഫസ് എങ്കിൽ അതിന്റെ നോർമൽ എന്ന് പറയുന്നത് ഡെൽ ജി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡെൽ ജി ആണ്. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി കിട്ടിയത് ഡോ ആർ ബൈ ഡോ എക്സിനെ ഡോ ആർ ബൈ ഡോ വൈയുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുത്തപ്പം ഈ എക്സ്പ്രഷൻ കിട്ടി. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ജി ഓഫ് എക്സ് വൈ ഡിസിക്കറ്റ് ഇസഡ് മൈനസ് സ്മോൾ ലെറ്റർ ജി ഓഫ് എക്സ് വൈ ആണ്. ഇതിന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് 1k എന്ന് കിട്ടും. അത് തന്നെയാണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത്, ഡോ ആർ ബൈ ഡോ എക്സ് ക്രോസ് ഡോ ആർ ബൈ ഡോ വൈ എന്ന് കിട്ടിയത്. അതുകൊണ്ട് അതിനെ ഡെൽ ജി എന്ന് എടുക്കാൻ പറ്റും. അതിനെ അതിന്റെ നോർമൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോർമൽ കിട്ടും. അപ്പോൾ ഒരു സർഫസ് ടുഗദർ വിത്ത് ഇറ്റ്സ് നോർമൽ ഈസ് കോൾഡ് ഓറിയന്റേഷൻ, ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കുന്നത്. ഒരു സർഫസിന്റെ യൂണിറ്റ് നോർമൽ വെക്ടറിനെയാണ് അതിന്റെ ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സർഫസിനെ ടുഗദർ വിത്ത് ഇറ്റ്സ് ഓറിയന്റേഷൻ ഈസ് കോൾഡ് ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കാം. സോ നമുക്ക് ഇനി ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിലാകുമ്പോൾ ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ നോക്കാം. എന്നിന് പകരം ഡെൽ ജി ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡെൽ ജി എന്ന് എഴുതാൻ പറ്റും. ടി എസിന് പകരം നമ്മൾ നേരത്തെ ചെയ്തതാണ് റൂട്ട് ഓഫ് ഡോ ജി ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അത് നോം ഓഫ് ഡെൽ ജി ആണ്. ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് നോം ഡെൽ ജി ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഇവിടുത്തെ നോം ഓഫ് ഡെൽ ജി ക്യാൻസൽ ആയി കളയുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽ ജി ഡി എ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സർഫസ് ഇന്റഗ്രൽസ് രൂപത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എന്ന് ചെയ്യാം. അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡെൽ ജി ഡി എന്ന് ചെയ്യാൻ പറ്റും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റിലാണ്. ഒന്ന് ആർ ഓഫ് യു വി എന്ന് പറയുന്ന പാരാമീറ്ററൈസേഷൻ തരുന്ന കേസിലാണ്. രണ്ടാമത്തേത് നമ്മുടെ സർഫസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0 തരുന്ന സർഫസിലാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് the vector field if f is equal to zk across the surface x square plus y square plus z square is equal to a square. അപ്പോൾ ഈ സർഫസിന്റെ കേസിൽ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതൊരു സ്ഫിയർ ആണ്. നമ്മളിത് പാരാമീറ്ററൈസേഷൻ വെച്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ഫിയറിന്റെ പാരാമീറ്ററൈസേഷൻ നമുക്ക് ആദ്യം അറിയണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മറക്കരുത്. സ്ഫിയറിന്റെ പാരാമീറ്ററൈസേഷൻ എ സൈൻ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് എ സൈൻ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് എ കോസ് ഫൈ കെ എന്നുള്ളതാണ് സ്ഫിയറിന്റെ പാരാമീറ്ററൈസേഷൻ. നമ്മൾ രണ്ട് രീതിയിൽ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. രണ്ട് രീതിയിലുമുള്ള ഓരോ പ്രോബ്ലംസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം പാരാമീറ്ററൈസേഷൻ വെച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു. സ്ഫിയറിന്റെ പാരാമീറ്ററൈസേഷൻ ഇതാണ്. ഇവിടെ ഫൈയുടെ വാല്യൂ 0 to പൈ വരെയും തീറ്റയുടെ വാല്യൂ 0 to 2π വരെയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടുത്തെ വേരിയബിൾസ് യുവിനും വിക്കും പകരം ഫൈയും തീറ്റയുമാണുള്ളത്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഡോ ആർ ബൈ ഡോ യു ഡോ ആർ ബൈ ഡോ വിയുമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡോ ആർ ബൈ ഡോ യു വി ഹാവ് ഡോ ആർ ബൈ ഡോ ഫൈ ആണ് വേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ഡോ ആർ ബൈ ഡോ വി മസ്റ്റ് ഹാവ് ഡോ ആർ ബൈ ഡോ തീറ്റ. ഓക്കെ, അപ്പൊ ആദ്യം അത് കണ്ടുപിടിക്കണം. ഡോ ആർ ബൈ ഡോ ഫൈ ഈസ്
എ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് എ കോസ് ഫൈ ഇൻറ്റു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഫൈ എടുക്കുമ്പോൾ കോസ് തീറ്റ ആയി. ഇനി എ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് എ കോസ് ഫൈ ഇൻറ്റു സൈൻ തീറ്റ ജെ മൈനസ് എ കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് എ സൈൻ ഫൈ കെ എന്ന് കിട്ടും. ഡോ ആർ ബൈ ഡോ തീറ്റ നോക്കാം. എ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്, കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. സോ ഇവിടെയും സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഇവിടെ തേർഡ് കമ്പോണന്റ് അത് ഫൈയുടെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. സോ ഡോ ആർ ബൈ ഡോ തീറ്റ ബിക്കംസ് മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ ഇ പ്ലസ് എ സൈൻ ഫൈ കോസ് തീറ്റ ജെ എന്ന് കിട്ടും. ഇനി ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. സോ ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കുന്നു. സോ ഇതിന്റെ ഓരോന്നിന്റെ കമ്പോണൻസ് എടുക്കുന്നു. ഡിറ്റർമിനന്റ് ഐ ജെ കെ എ കോസ് ഫൈ കോസ് തീറ്റ എ കോസ് ഫൈ സൈൻ തീറ്റ മൈനസ് എ സൈൻ ഫൈ ആൻഡ് അടുത്ത ഓ എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ എ സൈൻ ഫൈ കോസ് തീറ്റ 0. ഓക്കെ, ഇതാണ്. ഇനി നമുക്കിതിനെ ഓരോ കമ്പോണന്റിന്റെ കേസിൽ നമുക്ക് എക്സ്പാൻഷൻ നടത്താം. സോ ഐ ഇൻറ്റു ഐയുടെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോ ഡിറ്റർമിനന്റ് ഓഫ് എ കോസ് ഫൈ സൈൻ തീറ്റ മൈനസ് എ സൈൻ ഫൈ എ സൈൻ ഫൈ കോസ് തീറ്റ 0 മൈനസ് ജെ ഇൻറ്റു ജെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ബാക്കിയുള്ളത് എ ഡിറ്റർമിനന്റ് എ സൈൻ ഫൈ കോസ് തീറ്റ മൈനസ് എ സൈൻ ഫൈ എ മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ 0 എന്ന രൂപത്തിൽ വരുന്നു. അടുത്തത് കെ ഇൻറ്റു കെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എ കോസ് ഫൈ സൈൻ തീറ്റ എ കോസ് ഫൈ സൈൻ തീറ്റ മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ എ സൈൻ ഫൈ കോസ് തീറ്റ. ഓക്കെ, ഈ രൂപത്തിൽ കഴിഞ്ഞു. നമ്മൾ ഓരോന്നിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നു. സോ ഫസ്റ്റ് എ കോസ് ഫൈ സൈൻ തീറ്റ മൈനസ് എ സൈൻ ഫൈ എ സൈൻ ഫൈ കോസ് തീറ്റ 0. ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ എ കോസ് ഫൈ സൈൻ തീറ്റ ഇൻറ്റു 0 മൈനസ് ഓഫ് എ സൈൻ ഫൈ ഇൻറ്റു എ സൈൻ ഫൈ കോസ് തീറ്റ. സോ ഇത് ക്യാൻസൽ ആയി പോകും. ഇവിടെ എ സൈൻ ഫൈയും എ സൈൻ ഫൈയോട് ചെയ്യുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ആകും. എയും മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും. സോ ആൻസർ ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ. ഇതാണ് ith കമ്പോണന്റ്. ഓക്കെ, ഇനി jth കമ്പോണന്റ് രണ്ടാമത്തെ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നു. എ കോസ് ഫൈ കോസ് തീറ്റ ഇൻറ്റു 0 മൈനസ് ഓഫ് എ സൈൻ ഫൈ ഇൻറ്റു മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ. സോ ഇവിടുത്തെ മൈനസും പ്ലസ് വീണ്ടും മൈനസ് എടുക്കുമ്പോൾ മൈനസ് എ ഇൻറ്റു എ ഈസ് എ സ്ക്വയർ സൈൻ ഫൈ ഇൻറ്റു സൈൻ ഫൈ ഈസ് സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ജെ ആണ്, മൈനസും കൂടെ പ്ലസ് ആയിട്ട് സോ പ്ലസ് ജെ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് എടുക്കുന്നു. മൂന്നാമത്തെ കമ്പോണന്റ് ഡിറ്റർമിനന്റ് കമ്പോണന്റ് ഇതാണ്. അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എ കോസ് ഫൈ കോസ് തീറ്റ ഇൻറ്റു എ സൈൻ ഫൈ കോസ് തീറ്റ എന്ന് കിട്ടും. സോ എ കോസ് ഫൈ സൈൻ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. മൈനസ് എ കോസ് ഫൈ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ എന്ന് കിട്ടും. മൈനസും പ്ലസ് ആകും. സോ ഇവിടെയും എ കോസ് ഫൈ സൈൻ ഫൈ എടുത്തിട്ട് ബാക്കി സൈൻ സ്ക്വയർ തീറ്റ എന്നാകും. രണ്ടിൻ്റെ അകത്തും എ കോസ് ഫൈ സൈൻ ഫൈ കോമൺ ഉണ്ട്. എ സ്ക്വയർ കോസ് ഫൈ സൈൻ തീറ്റ കോമൺ ഉണ്ട്, സൈൻ ഫൈ കോമൺ ഉണ്ട്. അത് കോമൺ എടുക്കുമ്പോൾ ബാക്കി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാകും. അത് 1 ആണ്. സോ ദാറ്റ് കമ്പോണന്റ് ഈസ് എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ. സോ നമുക്ക് 3 കമ്പോണൻസും കിട്ടി. ഇതാണ് നമ്മുടെ 3 കമ്പോണൻസ്. ഇനി നമുക്ക് ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലക്സിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ആണ്. ഇനി നമുക്ക് എഫ് ഓൾറെഡി നമുക്കറിയാം, എഫ് ഇസഡ് കെ ആണ്. ഓക്കെ, അപ്പം ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ, ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഉണ്ട്. അതിനെ ഇസഡുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പാരാമീറ്ററൈസേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഐയുടെ കമ്പോണന്റ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ ജെയുടെ കമ്പോണന്റ് ആണ്, ഇസഡ് എന്ന് പറയുന്നത് കെയുടെ കമ്പോണന്റ്. അപ്പോൾ ഇസഡ് ഇസിക്കൽ ടു ആക്ച്വലി എന്താണ്, എ കോസ് ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇസഡ് കെ ക്രോസ് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ എടുക്കുമ്പോൾ ഇസഡിന്റെ കമ്പോണന്റ് മാത്രമേ റിമെയിൻ ചെയ്യത്തുള്ളൂ, ബാക്കി 2 കമ്പോണന്റ് 0 ആയി പോകും. കാരണം എഫിന്റെ അകത്ത് ഇസഡ് മാത്രമേ ഉള്ളൂ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഐയുടെയും ജെയുടെയും കമ്പോണന്റ് ഇസഡിന്റെ എഫിന്റെ അകത്തില്ല. സോ അതിന്റെ കമ്പോണന്റ് 0 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. സോ കെയുടെ കമ്പോണൻസ് മാത്രമേ ഉള്ളൂ. കെയുടെ കമ്പോണന്റ് ഈസ് ഇസഡ് ഇൻറ്റു ഇവിടുത്തെ കെയുടെ കമ്പോണന്റ് ഈസ് എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ എന്ന് വരും. സോ അപ്പം ഇവിടെ ഇസഡിന് പോലെ എ ആയതുകൊണ്ട് എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ ഇൻറ്റു എ കോസ് ഫൈ എന്ന് വരും. ദാറ്റ് ഈസ് എ ക്യൂബ് സൈൻ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ എന്ന് വരും.
സോ ഇനി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇൻറ്റു ഡി എ ആണ്. നമുക്കിവിടെ റേഞ്ചുകൾ നമുക്ക് തീറ്റയുടെ ഫൈയുടെ റേഞ്ച് ഉണ്ട്. ഫൈയുടെ റേഞ്ച് 0 to പൈ വരെ, തീറ്റയുടെ റേഞ്ച് 0 to 2π വരെ. എഫ് ഡോട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ക്യൂബ് സൈൻ ഫൈ കോസ് സ്ക്വയർ ഫൈ ഡി ഫൈ ഡി തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഫൈയിലാണ് ചെയ്യേണ്ടത്. കോസ് ഫൈക്ക് നമ്മൾ യു എന്ന് കൊടുക്കുക. അപ്പോൾ ഡി യു ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ഡി യു എന്ന് കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ 0 to പൈ, ആദ്യം അകത്തെ ഇന്റഗ്രലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ ക്യൂ കോമൺ എടുത്ത് വെളിയിലാക്കുന്നു. സോ ദിസ് ഈസ് കോസ് ഫൈ യു ആണ്. സോ ദിസ് ഈസ് യു സ്ക്വയർ സൈൻ ഫൈ ഡി ഫൈക്ക് പകരം മൈനസ് ഡി യു എന്ന് കൊടുക്കുക. സോ ദിസ് ബിക്കംസ് മൈനസ് യു സ്ക്വയർ ഡി യു എന്ന് കിട്ടും. ഇനി ലിമിറ്റോടെ മാറ്റുന്നു. ഫൈ 0 ആകുമ്പോൾ കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. സോ യു 1 ആകും. ഇനി ഫൈ പൈ ആകുമ്പോൾ കോസ് പൈ എന്ന് വെച്ചാൽ -1 ആകും. സോ യുവിൻ്റെ വാല്യൂ 1 തൊട്ട് -1 വരെ. ഇനി നമുക്ക് മൈനസ് യു സ്ക്വയർ ഡി യു. ഇനി നമുക്ക് ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഇന്റഗ്രൽ -1 to 1 യു സ്ക്വയർ ഡി യു എന്ന രൂപത്തിൽ പറയുന്നു. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഈസ് യു ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 മൈനസ് 1 the whole cube by 3 എന്ന് കിട്ടും. -1 the whole cube is -1. Minus of -1 പ്ലസ് ആകും. സോ 1/3 plus 1/3 which is actually equal to 2/3. അപ്പൊ ഇൻസൈഡ് പാർട്ടിന്റെ ഇന്റഗ്രൽ കിട്ടി which is 2/3. ഇനി ഇത് ഈ അകത്തെ ഭാഗത്തിന്റെ ഇന്റഗ്രൽ 2/3 എന്ന് കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π 2/3 എന്ന് കിട്ടും. 2/3 വെളിയിൽ എടുക്കുമ്പോൾ 2a ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഡി തീറ്റയുടെ ഇന്റഗ്രൽ തീറ്റയാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π എന്ന് കിട്ടും. സോ 2a ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2π എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4πa ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഫ്ലക്സ്. അപ്പോൾ പാരാമീറ്ററൈസേഷൻ വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾക്ക് സ്ഫിയറിന്റെ പാരാമീറ്ററൈസേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. Next is find the flux of F is equal to xi plus yj plus zk through z is equal to 1 minus x square minus y square above the x plane. ഈ സർഫസിന്റെ കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഫ്ലക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ z is equal to ഇവിടെ g of xy എന്നുള്ള ഫോർമാറ്റിലായി. അതിനെ ക്യാപിറ്റൽ g of xy z is equal to 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ z മൈനസ് ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ g of x y z is equal to z minus 1 plus x square plus y square എന്ന് കിട്ടും. കാരണം നമുക്ക് ഈ രൂപത്തിൽ വരുമ്പോൾ g of x y z is equal to 0 എന്ന് എഴുതണം. സോ നമ്മൾ ചെയ്യുന്നത് z മൈനസ് g of x y എന്ന് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ g of x y എന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ z മൈനസ് g of x y എന്ന് എഴുതുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ g of x y z കിട്ടും. ഇനി നമുക്ക് ഈ കേസിൽ നമ്മുടെ സർഫസ് ഇന്റഗ്രൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡെൽ ജി ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ ഡെൽ ജി കണ്ടുപിടിക്കുന്നു. ഡെൽ ജി ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിനെ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആയി എന്ന് വരും. അടുത്ത ഡോ ജി ബൈ ഡോ എക്സ് ഡോ വൈ കിട്ടുമ്പോൾ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2y. ബാക്കി എല്ലാ ഡെറിവേറ്റീവും 0 ആയി പോകും. നെക്സ്റ്റ് ഈസ് ഡോ ജി ബൈ ഡോ ഇസഡ്. ഇസഡിന്റെ ഡെറിവേറ്റീവ് 1 വരും, ബാക്കിയെല്ലാം 0 വരും. സോ 2xi പ്ലസ് 2yj പ്ലസ് k എന്ന് വരും. നമുക്ക് വേണ്ടത് എഫ് ഡോട്ട് ഡെൽ ജി ആണ് വേണ്ടത്. എഫ് എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കറിയാം xi പ്ലസ് yj പ്ലസ് zk ആണ്. സോ xi പ്ലസ് yj പ്ലസ് zk ഇൻറ്റു ഡെൽ ജി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു x ഈസ് 2x സ്ക്വയർ, 2y ഇൻറ്റു 2y ഈസ് 2y സ്ക്വയർ, 1 ഇൻറ്റു z ഈസ് z എന്ന് കിട്ടും. ഇനി ഇസഡിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പോവും, ഒരു വൈ സ്ക്വയർ ക്യാൻസൽ ആയി പോവും. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ പ്ലസ് 1 എന്ന് കിട്ടും. ഇതാണ് എഫ് ഡോട്ട് ഡെൽ ജി. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വരെയുള്ള സർക്കിളാണ്. അതാണ് നമ്മുടെ റീജിയൻ. അപ്പോൾ അവിടുത്തെ റേഡിയസ് 0 തൊട്ട് 1 വരെ വരാം. ഓക്കെ, പ്രൊജക്ഷൻ എടുക്കുമ്പോൾ.
സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ റേഡിയസിന്റെ വാല്യൂ 0 തൊട്ട് 1 വരെ വരാം. സർക്കിൾ ആയതുകൊണ്ട് കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ എക്സ് ഈസ് ഇക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഈസ് ഇക്വൽ ടു ആർ സൈൻ തീറ്റയുമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ കൊടുക്കാൻ പറ്റും. സോ എഫ് ഡോട്ട് ഡെൽ ജി എന്ന് വെച്ചാൽ ഡെൽറ്റ ജി ഡെൽ ജി എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ആണ്, വിച്ച് ഈസ് ആർ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. സോ ഇവിടെ ഓൾറെഡി നമ്മൾ സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് 0 to 1 വരെ ഉള്ളത് കൊണ്ട് ഇന്റഗ്രൽ 0 to 1, സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ തീറ്റയുടെ വാല്യൂ 0 to 2π വരെയാണ്. 0 to 2π ആർ സ്ക്വയർ പ്ലസ് 1 ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്യൂബ് പ്ലസ് ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടും. ആദ്യം അകത്തെ ഇന്റഗ്രൽ 0 to 1 ആർ ക്യൂബ് പ്ലസ് ആർ ഡി ആർ ഡി തീറ്റ കണ്ടുപിടിക്കുന്നു. ആർ ക്യൂബിന്റെ ഇന്റഗ്രൽ ഈസ് ആർ റൈസ് ടു 4/4, ആറിന്റെ ഇന്റഗ്രൽ ഈസ് ആർ സ്ക്വയർ ബൈ 2, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 0 ആയിപ്പോ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 പ്ലസ് 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 3/4. അപ്പൊ അകത്തെ ഇന്റഗ്രൽ കിട്ടി, വിച്ച് ഈസ് 3/4. അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. സോ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π 3/4 എന്ന് കിട്ടും. 3/4 വെള്ളിലെടുക്കുന്നു. സോ തീറ്റയുടെ ഇന്റഗ്രൽ ഈസ് ഡി തീറ്റയുടെ ഇന്റഗ്രൽ ഈസ് തീറ്റ. 0 to 2π കൊടുക്കുമ്പോൾ 2π എന്ന് കിട്ടും. ഓക്കെ, സോ 2π ഇൻറ്റു 3/4 എന്ന് കിട്ടും, വിച്ച് ഈസ് ആക്ച്വലി 3π/2 എന്ന് കിട്ടും. സോ ഫ്ലക്സ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് 2 എക്സ്പ്രഷൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന സർഫസ് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫ്ലക്സ് കണ്ടുപിടിക്കും. ഒന്നാമത്തെ എക്സ്പ്രഷൻ ഈസ് എഫ് ഡോട്ട് ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. അത് തന്നിരിക്കുന്നത് ആർ ഓഫ് യു വി എന്ന് പറഞ്ഞ പാരാമട്രൈസേഷൻ ആണെങ്കിൽ. രണ്ടാമത്തേത് ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള സർഫസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫ്ലക്സ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽ ജി ഡി എ. താങ്ക് യു.